നമസ്കാരം. നമസ്തേ. മാസ്റ്റർ എപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട്, കൗമാരം നന്നായാലാണ് ജീവിതം നന്നാവുക എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇത് വളരെ ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഒരു വ്യക്തിയുടെ ജീവിതം നന്നാകണമെങ്കിൽ അവന്റെ കൗമാരം നന്നാകണം എന്ന് തന്നെയാണ്. അതായത് കൗമാരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, വ്യക്തമായി പറഞ്ഞാൽ കൗമാരത്തിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആ 5 കാര്യങ്ങൾ ഓക്കെ ആകണമെങ്കിൽ തീർച്ചയായും ജീവിതം ഗംഭീരമായിരിക്കും, അടിപൊളിയായിരിക്കും. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസമാണ്. പഠനത്തിലാണ് ഒരു വിദ്യാർത്ഥി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ എത്തണം എന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് കുട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവനെത്താനായിട്ട് സാധിക്കും. ഓക്കെ. എപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത്? ഏത് വയസ്സിലായിരിക്കും? ഏത് വയസ്സിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഈ തീരുമാനമെടുക്കുന്നു അത്രയും നല്ലത്. ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 വയസ്സിൽ അല്ല ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴെങ്കിലും കുട്ടി ഈ തീരുമാനം എടുത്തിരിക്കണം. കാരണം ഹൈസ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പഠനത്തിന്റെ രീതികളൊക്കെ മാറും. അപ്പൊ എത്രയും മുന്നേ തീരുമാനമെടുക്കുന്നോ അത്രയും നല്ലത്. ഇപ്പൊ 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലെങ്കിലും ആ തീരുമാനം എടുക്കുക. ഇല്ലെങ്കിൽ +1 ആ തീരുമാനം എടുക്കുക. ഇനി +2 കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അവിടെ പിന്നെ കുറേ ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഈ തീരുമാനം എടുക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ തീരുമാനം എടുക്കുമ്പോൾ മറ്റു പലരും ഇതിൽ ഘടകമാകും എന്നുള്ളതാണ്. നമ്മുടെ പാരന്റ്സ് ആയാലും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഭാവിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റുകളും പറ്റും എന്ന് വരില്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ്, എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഭിരുചി മനസ്സിലാക്കണം. ഏതിലാണ് നമ്മൾ മിടുക്കരായിട്ടുള്ളത്, ഏത് മേഖലയിൽ പോയാലാണ് ഞാൻ വിജയിക്കുക എന്ന് ഞാൻ സ്വയം അറിയണം. അല്ലെങ്കിൽ അതിനുള്ള ശ്രമം ഞാൻ നടത്തണം. അപ്പൊ നമ്മളൊക്കെ തന്നെ ചില മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട്, ചില ജന്മവാസനകളുണ്ടെന്ന് പറയാം. അപ്പൊ ആ ജന്മവാസനകൾ മനസ്സിലാക്കി, ആ കഴിവുകൾ മനസ്സിലാക്കി ആ മേഖലയിലേക്ക് തിരിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുക. ഇപ്പോൾ ടീച്ചേഴ്സ് പറയുന്നു, മാതാപിതാക്കൾ പറയുന്നു, അങ്ങനെ പലരും പറയുന്ന അഭിപ്രായത്തിനനുസരിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. അതൊരു ശരിയായൊരു ക്രമമല്ല. കുട്ടിക്ക് അനുയോജ്യമായൊരു വിഷയം, അനുയോജ്യമായൊരു മേഖല അത് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് കരിയർ ഗൈഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് നൽകുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു സ്പോൺസേർഡ് ആയിട്ടുള്ള അഡ്വർടൈസ് ചെയ്യാൻ വരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ മെഡിസിൻ ആണെങ്കിൽ അവരുടെ ബാച്ചിൽ നീറ്റിന്റെ അല്ലെങ്കിൽ മെഡിസിന്റെ കോച്ചിങ് ഉണ്ട്. അപ്പൊ അവരായിരിക്കും മെഡിസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരാം. അപ്പോൾ ഒരു കുട്ടി അത് കേൾക്കുമ്പോൾ കുറച്ച് അറിവുകൾ മാത്രമാണ് കിട്ടുക. ആരൊക്കെയാണോ വരുന്നത് അവരുടെ പ്രൊഫഷൻസ് മാത്രമാണ് അറിയാൻ പറ്റുക. അപ്പോൾ നമുക്ക് അതായിരിക്കാം നല്ലതെന്ന് തോന്നിപ്പോകും. നമുക്ക് അധികം മേഖലകൾ അറിയില്ലല്ലോ. അപ്പോ ആ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളാണോ ശരിക്കും നല്ലത്? ഇതൊരു വണ്ടർഫുൾ ആയിട്ടൊരു ചോദ്യമാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും എവിടെ ആയാലും കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇതൊരു സ്പോൺസേഡ് പ്രോഗ്രാമാണ്. എൻ്റെ മകളുടെ ഒരു കാര്യം തന്നെ ഞാൻ പറയാം. അവൾക്ക് A+ കിട്ടിയ ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരുന്ന കമ്പനി അവരുടെ പ്രോഗ്രാമാണ് പറയുക. എല്ലാ കുട്ടികളെയും അതിലേക്ക് ലീഡ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികളുടെ ടേസ്റ്റ് എന്താണെന്നോ അവർക്ക് എന്താണ് വേണ്ടതോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ കമ്പനിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമാണ് കരിയർ ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും ഒരു കുട്ടിക്ക് ഒരു നേട്ടം ഉണ്ടാകില്ല. അങ്ങനെയാണ് പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ വരുന്ന കരിയർ ഗൈഡൻസ് നോക്കിയാൽ നമുക്കറിയാം, 10ാം ക്ലാസ്സിന്റെ അവസാനം ഫെബ്രുവരിയിലാണ് കരിയർ ഗൈഡൻസ് കൊടുക്കുക. ആർക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും? +2 കൊടുക്കില്ല, +2ന്റെ അവസാനമാണ് കൊടുക്കുക. അപ്പൊ ശരിയായ സമയത്തല്ല കൊടുക്കുന്നത്, ശരിയായ കരിയർ ഗൈഡൻസ് അല്ല കൊടുക്കുന്നത്. അപ്പൊ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കുട്ടികൾക്ക് കൊടുത്താലാണ് അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുക. ഓക്കെ. വേറൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങൾ, ഡ്രീംസ് ഒക്കെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാല് പാരന്റ്സിന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പാരന്റ്സ് പറയുന്നു കുഞ്ഞിലെ തൊട്ട് ഞാൻ ഇതാണ് കേട്ടത്, അതുകൊണ്ട് ഇപ്പം ഡോക്ടർ ആവാനാണെങ്കിൽ ഓക്കെ, അമ്മയ്ക്ക് ഇഷ്ടം ഡോക്ടർ ആവാനാണ്, അപ്പൊ ഞാൻ ഡോക്ടർ ആവാം, അച്ഛന് ഇഷ്ടം എഞ്ചിനീയർ ആണ്, എന്നാൽ ഞാൻ ആ പാഷൻ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ശരിക്കും അത് നമ്മുടെ ജീവിതത്തെയും പിന്നുള്ള ഫ്യൂച്ചറിനെയും ബാധിക്കുന്നില്ലേ? തീർച്ചയായും, ഉറപ്പായിട്ട് ബാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുക്കലിനനുസരിച്ചാണ്. ഇപ്പോൾ അച്ഛന്റെ സ്വപ്നങ്ങൾക്കോ അമ്മയുടെ സ്വപ്നങ്ങൾക്കോ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കോ വേണ്ടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ ജീവിതം ഒരിക്കലും സന്തോഷകരമാകില്ല.
എന്റെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ ഞാൻ എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. എന്റെ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് വിജയിക്കാനായിട്ട് പറ്റുക. അങ്ങനെ വരുമ്പോ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. പാരന്റ്സിന്റെ താല്പര്യത്തിനെതിരായിട്ട് നിൽക്കുമ്പോ അതൊരു ഫാമിലി റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും ഇവിടെയാണ് ശരിക്കും നല്ലൊരു മെന്റർക്ക് ആ കുട്ടിയെ സഹായിക്കാനായിട്ട് പറ്റുക. അപ്പൊ കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കുന്നു, പാരന്റ്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പാരന്റ്സും കുട്ടിയും കൂടി അങ്ങനെ ഒരു മെന്ററെ പോയി കണ്ടിട്ട് അദ്ദേഹം ഇതൊരു തുലനം ചെയ്യും. ഈ കുട്ടിക്ക് ഇന്ന കാര്യം കൊണ്ട് ഇതാണ് നല്ലത്, അതുകൊണ്ട് ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു വ്യക്തിക്ക് പറ്റും. പലപ്പോഴും കുട്ടികൾക്ക് നല്ലൊരു മെന്റർ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സമൂഹത്തിൽ പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, വിദ്യാഭ്യാസ കാലത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പഠനത്തിന് വളരെ മോശമായിരിക്കുന്ന ഒരു കുട്ടി, പക്ഷെ അവന്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്നത്തെ പഠനത്തിന്റെ സ്ഥിതി വെച്ച് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് പലരും പറയുന്ന ഒരു ഡ്രീമാണ് ആ കുട്ടിക്ക് ഉള്ളതെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ഒരു കുട്ടിയെ കൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ മാർക്കും മറ്റുമാണോ, അല്ലെങ്കിൽ അത് മാത്രമാണോ ആ കുട്ടീന്റെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുക? ഇവിടെയാണ് പല കുട്ടികൾക്കും പ്രശ്നമുണ്ടാകുക. അവരുടെ ഡ്രീം വളരെ വലുതായിരിക്കും, അവർക്ക് തന്നെ ഡൗട്ട് ആയിരിക്കും എനിക്കിവിടെ എത്താൻ സാധിക്കുമോ എന്ന്. ഇപ്പൊ ബുദ്ധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രെയിനെ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് അത് ഡെവലപ്പ് ചെയ്യുക. ഒരാളെ മണ്ടനാക്കി ഒരാളെ ബുദ്ധിമാനാക്കി ചിത്രീകരിക്കുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. എത്രയോ വ്യക്തികളാണ് സ്കൂൾ പഠനകാലത്ത് വളരെ മോശമായിരിക്കുകയും പിന്നീട് മെച്ചപ്പെട്ട രീതിയിൽ വന്നിട്ടുള്ളത്. നമുക്കൊക്കെ എത്രയോ ആൾക്കാരുടെ കഥ അറിയാം. ഇപ്പൊ 10ാം ക്ലാസ്സിൽ തോറ്റ എത്രയോ വ്യക്തികൾ സിവിൽ സർവീസ് നേടിയിട്ടുണ്ട്, ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹം തീവ്രമാണെങ്കിൽ നമുക്ക് ഏത് ഡ്രീമും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ അത്തരത്തിൽ ആ കുട്ടിയെ സഹായിക്കാൻ ആരെങ്കിലും വേണം. അവനെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ, എടാ നിനക്കത് സാധിക്കും, നിനക്കൊണ്ട് പറ്റും, ഇന്ന കാര്യങ്ങൾ നീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ അസാധ്യമായ വിജയം ഈ കുട്ടിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിർഭാഗ്യവശാൽ അവിടെയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ അറിയാമല്ലോ, കൂടുതൽ പേര് നെഗറ്റീവ് ആയിരിക്കും. എന്തെങ്കിലും നിനക്കിത് പറ്റില്ല, ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് കരുതി അവനെ പിടിച്ചിറക്കും. അതല്ല വേണ്ടത്. അപ്പൊ ആ കുട്ടിയുടെ സ്വപ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, പുഷ് ചെയ്ത് കൊടുക്കുക, അതിന് കൂടെ നിൽക്കുക. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും ഏത് സ്ഥലത്തും എത്താനായിട്ട് സാധിക്കും. ഇപ്പൊ പഠനകാലത്ത് കുഞ്ഞുനാളിൽ പഠനം മോശമായിരുന്നു, പഠിക്കാൻ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ എപ്പോഴും മെച്ചപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെച്ചപ്പെടാം. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഒരു കുട്ടിക്ക് 1 മണിക്കൂർ പഠിച്ചാൽ എല്ലാം മനസ്സിലാകുമായിരിക്കും. വേറൊരു കുട്ടി 2 മണിക്കൂർ പഠിക്കണം, വേറൊരു കുട്ടി 3 മണിക്കൂർ പഠിക്കണം, വേറൊരു കുട്ടി 4 മണിക്കൂർ പഠിക്കണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇടുന്ന എഫർട്ട് കുറച്ച് കൂട്ടിയാൽ മതി. അങ്ങനെ കൂട്ടി വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും, നമുക്ക് ഏത് രംഗത്തും ശോഭിക്കാനും കഴിയും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ എളുപ്പമാണ് എന്നാണോ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണെന്ന് പറയുന്നത് പോലെ തന്നെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതായത് ഇവിടെയാണ് ഒരു വ്യക്തത വരേണ്ടത്, പ്ലാനിനെ കുറിച്ചൊരു വ്യക്തത വരേണ്ടത്. ഇത്തരം ഘട്ടത്തിൽ ആ കുട്ടിയെ സഹായിക്കാൻ ഉറപ്പായിട്ടും ഒരാളുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെന്ററുടെ സഹായം, ഒരു ഗുരുവിന്റെ സഹായം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ നാട് ഇപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എത്തുകയാണെങ്കിൽ അത് വലിയൊരു വിജയം ആ കുട്ടിക്ക് നേടിക്കൊടുക്കാനായിട്ട് പറ്റും. സഹായിക്കാൻ ഒരാൾ വേണ്ട, ഒരു മെന്ററുടെ സാധ്യത. നമ്മളിപ്പോഴും പല കാര്യങ്ങളും പിന്നിലാണ്. മെന്റർഷിപ്പ് ഒന്നും മെന്ററിംഗ് ഒന്നും നമുക്ക് അറിയില്ല. കാരണം മുതിർന്ന പല ആൾക്കാരും ബിസിനസ്സുകാരൊക്കെയാണ് മെന്ററിങ്ങിന്റെ ഒക്കെ ആവശ്യമായിട്ട് മുന്നോട്ട് പോവുക. കുട്ടികളിൽ ഇത് ഇപ്പോഴും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. അവിടെ ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം സമൂഹത്തില് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ആശയം തീർച്ചയായും കുട്ടികളിലേക്ക് എത്തേണ്ട ഒന്നാണ്. കുട്ടികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ അത്രയും സെക്യൂർ ആക്കാൻ പറ്റുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു ആശയം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണെന്ന് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്. എന്താണ് അടുത്ത ആശയം? ഒന്നാമത്തത് വിദ്യാഭ്യാസമാണെങ്കിൽ, രണ്ടാമത്തത് റിലേഷൻഷിപ്പാണ്. ഒന്നാമത്തത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തതും. ഇത് ക്രമത്തിലല്ലേ വരാൻ പറ്റൂ, അതുകൊണ്ട് രണ്ടാമത്തതെന്ന് പറയുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഒട്ടും പ്രാധാന്യമില്ലാത്തതല്ല. ബന്ധങ്ങളാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കൗമാരത്തിലാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, കൗമാരപ്രായത്തിലുള്ള കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ പലപ്പോഴും നല്ല ബന്ധത്തിലായിരിക്കില്ല. അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെ മനസ്സിലാക്കാൻ രക്ഷകർത്താക്കൾ കഴിയില്ല, രക്ഷകർത്താക്കളെ മനസ്സിലാക്കാൻ കുട്ടികൾ കഴിയില്ല. അവർ ഉച്ചത്തിൽ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്യൂകളാണ് പല വീടുകളിൽ ഉണ്ടാവുക. കാരണം ഈ കുട്ടികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് രക്ഷകർത്താക്കൾ. അവരങ്ങനെ ചിന്തിക്കുമ്പോൾ കുട്ടികളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ശരിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൗമാരകാലത്ത് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും കൗമാരത്തിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാതാപിതാക്കളുമായിട്ടാണെങ്കിലും എല്ലാ റിലേഷനിലും
ഇങ്ങനത്തെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇത് ഈ പ്രായം കഴിയുമ്പോൾ ശരിയാവും എന്നും പറയുന്നുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണോ, അതോ ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലൈഫ് ബെറ്റർ ആവുകയാണോ ചെയ്യുക? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് കൗമാരത്തിൽ ഇങ്ങനെയാണ്, കൗമാരത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാകുമെന്ന്. പക്ഷെ ഇത് ശരിയല്ല കേട്ടോ. കൗമാരത്തിലുണ്ടാകുന്ന പല മുറിവുകളും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും പിന്നീടും ഈ വഷളായ അവസ്ഥ തുടരുകയുമാണ് ചെയ്യുന്നത്. അത് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ ഇത് മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. കൗമാരത്തിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കി മാറ്റണം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്യാൻ പറ്റുമ്പോൾ അത് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്ത് കൗമാരത്തിൽ മാതാപിതാക്കളും കുട്ടികളുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനൊരുപാട് സാധ്യതകളുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഇതിങ്ങനെയാണ് അതിങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ശരിക്കും ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണല്ലേ? പിന്നെ ഇതെല്ലാം ഉറപ്പായി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. മാതാപിതാക്കളോടുള്ള ഈ കൗമാരക്കാരുടെ പ്രശ്നം പോലെ തന്നെയാണ് സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നവും. അത് പലപ്പോഴും അതിര് കടക്കലും ഉണ്ടല്ലേ. അപ്പോ അതിനെയൊക്കെ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ? സഹോദരങ്ങൾ തമ്മിൽ എപ്പോഴും നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ചില തെറ്റിദ്ധാരണകൾ, മനസ്സിലുണ്ടാകുന്ന ചില ഈഗോകൾ, ഇതൊക്കെയാണ് ചില കാരണങ്ങൾ. ചില കുടുംബങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കളും ഇതിനൊരു ഘടകമായിട്ട് മാറാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ സാഹോദര്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകണം. നല്ല ഫ്രണ്ട്സിനെ പോലെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതിനവരെ സഹായിച്ചാൽ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തി കൊടുത്താൽ അടിപൊളി ഒരു ബന്ധം അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇതെല്ലാം ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. മാതാപിതാക്കളോടുള്ള പ്രശ്നമായാലും സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമായാലും എന്തായാലും ഇത് തീർക്കാൻ പറ്റും. പക്ഷെ അത് സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ പറഞ്ഞതുപോലെ ഒരു മെന്ററുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഗൈഡ് ചെയ്യാൻ അറിയുന്ന ഒരാളുടെ സ്വാധീനം അവിടെ ആവശ്യമാണ്. ഉറപ്പായിട്ടും ആവശ്യം. കാരണം നമ്മളൊരു പ്രത്യേക പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അങ്ങ് മാറാനൊന്നും പറ്റത്തില്ല. അതൊന്നും പ്രാക്ടിക്കൽ ആകില്ല. അപ്പൊ ഇവിടെ ഒരു ഫാമിലി മെന്ററുടെ ആവശ്യം. കാരണം പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരു കാരണവരുണ്ടായിരിക്കും. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് ഒരു കാരണവരുണ്ടായിരിക്കും. ഇന്നാണ് കുടുംബങ്ങളാണല്ലോ. അപ്പോൾ മക്കള്, അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമാണുള്ളത്. അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർക്കാനും മറ്റും ആളില്ലാത്തൊരവസ്ഥയുണ്ട്. അവിടെയാണ് ഒരു ഫാമിലി മെന്ററുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ഇതിനകത്ത് ഇടപെടുകയും ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും. ഈ ഫാമിലി അടിപൊളിയായിട്ട് രസകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. മാതാപിതാക്കളോടുള്ള ബന്ധം പോലെ, സഹോദരങ്ങളോടുള്ള ബന്ധം പോലെ, ഒരുപക്ഷെ അതിലുപരി കൗമാരക്കാര് ഏറ്റവും കൂടുതൽ അടുത്തുള്ളത് സുഹൃത്തുക്കളുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ അവർക്ക് സംസാരിക്കുന്നതും അവർ മിങ്കിൾ ചെയ്യുന്നതും ഒക്കെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടായിരിക്കും. പക്ഷെ അത്തരത്തിലാണെങ്കിൽ പോലും ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പലർക്കും പല തെറ്റുകളും പറ്റാറുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് എന്താണ്? സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, നമ്മുടെ അടുത്ത 10 സുഹൃത്തുക്കളുടെ ഒരു ടോട്ടൽ റിസൾട്ട് ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി വേണം. ആരെങ്കിലും പിടിച്ച സുഹൃത്തുക്കളാക്കിയല്ല വേണ്ടത്. ഒരാളിനെ കണ്ടു, പെട്ടെന്ന് സുഹൃത്താക്കി, അവനങ്ങ് ബെസ്റ്റ് ഫ്രണ്ട് ആക്കി, ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മളോടൊപ്പം പഠിക്കുന്ന എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല, അവർ സഹപാഠികളാണ്. ഒപ്പം പഠിക്കുന്നവർ മാത്രമാണ്, അല്ലെ ഒപ്പമുള്ളവർ മാത്രമാണ്. അവരെല്ലാവരും സുഹൃത്തായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കാനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ച് സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വലിയൊരു റിസൾട്ട് അത് സമ്മാനിക്കുകയും ചെയ്യും. റിലേഷൻഷിപ്പിലുള്ള മറ്റൊന്നാണ് പ്രണയം എന്ന് പറയുന്നത്. കൗമാര കാലഘട്ടത്തിന്റെ ആദ്യം മുതൽ തന്നെ കുട്ടികൾ പ്രണയിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ലൈഫിനെ ഗ്രൂം ചെയ്തെടുക്കുന്ന ഒരു പാർട്ടായിട്ട് മാറുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൗമാര കാലഘട്ടത്തിൽ പ്രണയിക്കുന്നത് വെറും ഒരു ഫണ്ണായിട്ട് ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കണോ, അതോ അത് തീർച്ചയായും ചിന്തിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമല്ലേ? എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? പ്രണയം ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൗമാര കാലഘട്ടത്തിൽ തന്നെ. കൗമാരത്തിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയില്ലെങ്കിൽ തന്നെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിനനുസരിച്ച് ഓരോരോ മാറ്റം ഉണ്ടാകണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കൗമാര കാലഘട്ടത്തിൽ പ്രണയം തോന്നും, അതൊരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ ഈ പ്രണയം തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അവിടെ വളരെ കെയർ ചെയ്യണം.
കാരണം പ്രണയത്തിൽ പെട്ടുപോയി ജീവിതവും എല്ലാം നഷ്ടപ്പെടുന്ന എത്രയോ പേരെ നമുക്കറിയാം. പഠനം നഷ്ടപ്പെടും, ജീവിതത്തിന്റെ ഫോക്കസ് തന്നെ നഷ്ടപ്പെടും. അപ്പൊ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ തോന്നുന്ന ഒരു താല്പര്യം തോന്നുന്നതൊന്നും അല്ല ശരിയായ പ്രണയം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിനെ സമീപിക്കേണ്ടത്. അപ്പൊ പല കുട്ടികൾ, നമുക്കറിയാവുന്ന എത്രയോ കുട്ടികളുണ്ട് പ്രണയം അവരുടെ ജീവിതം തകർത്തത്, എല്ലാവർക്കും അറിയാം. കാരണം പ്രണയിക്കുന്ന കുട്ടികൾക്ക് പിന്നെ എല്ലാം പ്രണയമാണ്, അതൊരു ത്രില്ലാണല്ലോ, അതൊരു രസമാണല്ലോ, പിന്നെ മറ്റൊന്നും അവർ കാണുന്നില്ല. അവരുടെ ചിന്ത മുഴുവൻ ഈ പ്രണയത്തെക്കുറിച്ചാണ്. അപ്പൊ എങ്ങനെയെങ്കിലും പ്രണയം വിജയിപ്പിക്കണം. ഈ പ്രണയത്തിലേക്ക് പോകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ വലിയ വലിയ ഡ്രീമൊക്കെ തന്നെ തകർന്നു പോകും. എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം, സെറ്റ് ആകണം എന്നാകും. അപ്പൊ സ്വപ്നങ്ങളൊക്കെ, വലിയ സ്വപ്നങ്ങൾ തകർന്നു പോയി ചെറിയ സ്വപ്നങ്ങളിലേക്ക് വന്നു. എന്തെങ്കിലുമൊക്കെ ജോലി മേടിച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ ആയാൽ മതി എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരും. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു പ്രണയം കൗമാരത്തിൽ സാധ്യമല്ല. പ്രണയത്തിനൊക്കെ കുറച്ച് ടൈം വേണം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടു വേണ്ടി അടുത്ത ദിവസം പ്രണയമാണ്. കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, അവർ ഇൻസ്റ്റയിലൊക്കെ തന്നെ ഇൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ വെക്കാറുണ്ട്, നെക്സ്റ്റ് ഡേ. അപ്പൊ അതിനുള്ള സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഒരിക്കലും സാധ്യമല്ല, അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അതവരുടെ ജീവിതത്തെ മോശമായിട്ട് മാറ്റും. കൗമാര കാലഘട്ടത്തിലെ കുട്ടികളുടെ പ്രണയം തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് എന്ന് മാതാപിതാക്കൾക്ക് ബോധ്യം വന്നാൽ എങ്ങനെയാണ് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ കുട്ടികളെ മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് ആ റിയാലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുക എങ്ങനെയാണ്? ഇപ്പോ രക്ഷകർത്താക്കൾക്ക് കുട്ടികളുടെ പ്രണയം മോശമാണ്, അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഇവർക്ക് ഇതിനകത്ത് ഇടപെടാനായിട്ട് പറ്റില്ല. ഇപ്പൊ കുട്ടികളുടെ പ്രണയത്തിൽ മാതാപിതാക്കൾ ഇടപെടുമ്പോൾ കുട്ടികൾ രക്ഷകർത്താക്കൾക്ക് എതിരെയാകുകയും ഒരു പ്രണയം ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണയായി കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇവിടെ അവർക്ക് നേരിട്ട് ഇടപെടാതെ മറ്റൊരു വ്യക്തി ഇടപെടുന്നതായിരിക്കും നല്ലത്. ഈ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കുട്ടിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ കുട്ടിക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ ആ മെന്റർ ഇടപെടുകയാണെങ്കിൽ കുട്ടിക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ ബോധ്യപ്പെട്ടാൽ കുട്ടി ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഒരു മെന്റർ എന്ന് പറയുന്ന ആ അവസ്ഥ, ആ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വീണ്ടും വിരൽ ചൂണ്ടുന്നത്. അത് വളരെ അത്യാവശ്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുട്ടിയെ പ്രശ്നങ്ങളിൽ നിന്ന് മോചിതനാക്കാനായിട്ട് അല്ലെങ്കിൽ മോചിതയാക്കാനായിട്ട് ഒരു മെന്റർ ആവശ്യമാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞു, റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ തന്നെ കുറെയൊക്കെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ തീർന്ന പോലെ ഉണ്ട്. ഇനി എന്താണ് മൂന്നാമത്തെ കാര്യം? മൂന്നാമത്തത് ഹാബിറ്റ്സ് ആണ്, ശീലങ്ങൾ. കൗമാരകാലത്തിൽ പല പല ശീലങ്ങളും ആരംഭിക്കും. കൗമാരകാലത്തിൽ തുടങ്ങുന്ന പല ശീലങ്ങളും ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കും. നല്ല ശീലങ്ങളെക്കാൾ ഉപരി ഒരുപാട് മോശം ശീലങ്ങൾ തുടങ്ങുന്ന ഒരു പ്രായമാണ് കൗമാരം എന്ന് പറയുന്നത്. ആദ്യമായി പുകവലിച്ച് തുടങ്ങുന്നത് പല കുട്ടികളും കൗമാരത്തിലാണ്. ആ മദ്യത്തിലേക്ക് പോകുന്നത് കൗമാരത്തിലാണ്. പലതരത്തിലുള്ള മയക്കുമരുന്നിലേക്ക് പോകുന്നതൊക്കെ ഈ കൗമാരത്തിലാണ്. ആദ്യം ഒരു രസത്തിന് വേണ്ടി, ഒരു കമ്പനിക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക ഇതൊക്കെ. പിന്നീട് ഇതൊക്കെ ശീലങ്ങളായിട്ട് മാറും. ഇവിടെയാണ് ശരിക്കും നല്ലൊരു ബോധവൽക്കരണത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. കുട്ടികൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധവാന്മാരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. അവരിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ദൂഷ്യം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് ഈ ശീലങ്ങൾ പോവുകയും ചെയ്യും. അവയർനെസ്സിനെ കുറിച്ചും ബോധവൽക്കരണത്തിനെ കുറിച്ചും പറഞ്ഞു. അവയർനെസ് മാത്രമാണോ അല്ലെങ്കിൽ അവയർനെസ് ആണോ ഒരു സൊല്യൂഷൻ? കാരണം നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് തുടങ്ങിയിട്ടുള്ള മുന്നറിയിപ്പുകൾ, മുൻധാരണകളൊക്കെ നമുക്ക് ഉണ്ടാവലുണ്ട്. അത്തരത്തിലുള്ള അവയർനെസ് കിട്ടുന്നുണ്ട്, തരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കുട്ടികൾ അതിലേക്ക് പോകുന്നു. അപ്പോൾ അവയർനെസ് ആണോ സൊല്യൂഷൻ? അവയർനെസ് നല്ലതാണ്, പക്ഷെ അവയർനെസ് കൊണ്ട് മാത്രം ഒരു കാര്യവും പൂർണ്ണമാകുകയില്ല. ഇപ്പൊ കുട്ടി ഇതിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് മുതിർന്നവർക്കൊക്കെ തന്നെ അറിയാം, പുകവലിക്കുന്ന എല്ലാവർക്കും അറിയാം പുകവലിക്കുന്നത് മോശമാണ്, തെറ്റാണെന്ന്. മദ്യപിക്കുന്ന എല്ലാവർക്കും അറിയാം മദ്യപിക്കുന്നത് നല്ലതല്ലെന്ന്. അപ്പൊ അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ അറിവ് മാത്രം പോരാ, ഇത് പ്രായോഗിക തലത്തിൽ എത്തിക്കാനുള്ള ഒരു ബോധം കൂടി വേണം. ഇത് ബോധതലത്തിലേക്ക് അവരെത്തണം. അങ്ങനെ ബോധതലത്തിലേക്ക് എത്തണമെങ്കിൽ ഇവർക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ടൈം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള അവരറിയാവുന്ന വ്യക്തികൾ അവർക്ക് ഈ കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരു മെന്റർഷിപ്പിന്റെ ഒക്കെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് അനുസരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു മെന്റർ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഡിസ്കഷൻ ആ മെന്ററുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
അത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും. ഈ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് തീർച്ചയായിട്ടും കുട്ടികൾ മാറി നിൽക്കുകയും ചെയ്യും. ഡ്രഗ് അഡിക്ഷൻ പോലെ, ആൽക്കഹോൾ അഡിക്ഷൻ പോലെ ഇന്ന് എല്ലാ കുട്ടികളിൽ എന്ന് വേണ്ട, മാതാപിതാക്കൾ അടക്കം കണ്ടുവരുന്നതാണ് ഫോൺ അഡിക്ഷൻ അഥവാ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് മാറ്റാൻ കഴിയുമോ? ഹാബിറ്റാണ് അഡിക്ഷൻ ആയിട്ട് മാറുക. ശീലമായി ആ ശീലം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ആസക്തിയായിട്ട് മാറും. അങ്ങനെയുള്ളൊരു വലിയൊരു ആസക്തിയാണ് സോഷ്യൽ മീഡിയയിലുള്ള ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് പൂർണ്ണമായും മനസ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം മുഴുവൻ സോഷ്യൽ മീഡിയ തിന്നു തീർക്കാനായി തുടങ്ങും. മറ്റു കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ താറുമാറാകും. ഒന്നും നേരെ നടക്കില്ല. അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് സാധ്യമാണ്. ഈ സാധ്യമല്ലാത്തതായി നമ്മുടെ ഇടയിൽ ഒന്നുമില്ല കേട്ടോ. ഏത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അത് പരിഹരിക്കാനുള്ള ഒരുപാട് വഴികൾ ഉണ്ട്. ആ വഴികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് മുക്തരാകാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ശീലങ്ങൾ ശരിക്കും എങ്ങനെ മാറ്റാൻ കഴിയും? നമുക്ക് ഏത് ശീലങ്ങളെയും മാറ്റാനായിട്ട് സാധിക്കും. ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉറച്ചു പോകുന്ന ചില കാര്യങ്ങളാണ്. ഇതൊന്നും തന്നെ കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നതല്ല, സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെ ചില പ്രോസസ്സുകളുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഏത് കാര്യത്തിനെയും നമുക്കൊരു ഡിലീറ്റിംഗ് പ്രോസസ്സിൽ കൂടി ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിലൊക്കെ ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. മൈൻഡ് പവർ എന്ന് പറയുന്നത് വളരെ വളരെ ശക്തിയുള്ളൊരു കാര്യമാണ്. നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് അതിന് ചില ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ദുശീലങ്ങളിൽ നിന്നും ഏത് പ്രശ്നങ്ങളിൽ നിന്നും ഈസി ആയിട്ട് മോചിതരാകാനായിട്ട് സാധിക്കും. ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് അടുത്തത് കേൾക്കാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ. അപ്പോ 4ാമത്തെ കാര്യം എന്താണ്? എന്തായാലും ഇത് കേൾക്കാനും അറിയാനും വളരെ രസകരമായിട്ടിരിക്കുന്ന വളരെ കൗതുകമുണ്ട് കേട്ടോ. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. 4ാമത്തത് ഹെൽത്താണ്. ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ 4 കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തത് ഫിസിക്കൽ ഹെൽത്താണ്, 2ാമത്തത് മെന്റൽ ഹെൽത്താണ്, 3ാമത്തത് ഇമോഷണൽ ഹെൽത്താണ്, 4ാമത്തത് സ്പിരിച്വൽ ഹെൽത്താണ്. ഇത് 4ഉം ഓക്കെ ആയി വന്നെങ്കിൽ മാത്രമാണ് ശരിക്കും ഹെൽത്തി എന്ന് പറയാനായിട്ട് സാധിക്കുക. ശാരീരികമായി ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാകുക, മാറ്റങ്ങൾ ഉണ്ടാകുക കൗമാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 2ാമത് മനസ്സാണ്. മാനസികമായി നല്ലൊരു വളർച്ച നേടിയെങ്കിൽ മാത്രമാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി നമുക്ക് തരണം ചെയ്തു പോകാനും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇമോഷണൽ എന്ന് പറയുക. കൗമാരത്തിൽ നമുക്ക് ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട്. അവിടെ നമുക്കൊരു EQ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ ഭംഗിയായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതും നമ്മൾ നന്നായിട്ട് ശീലിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി പറയുന്നത് ഒരു സ്പിരിച്വൽ ഹെൽത്താണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഏതു മനുഷ്യനും ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്നും എങ്ങനെയാണ് അത് നമ്മൾ കൊണ്ടു നടക്കേണ്ടതെന്നും തീർച്ചയായിട്ടും കൗമാരത്തിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഏത് രംഗത്തും വിജയിക്കുവാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്ന രീതിക്ക് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. മരിക്കാൻ തോന്നാത്ത മനുഷ്യരില്ല, പക്ഷേ കൗമാരക്കാരിലാണ് ഈ തോന്നൽ കൂടുതലായി ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? അവരെ സ്ട്രെസ്സാണോ ബാധിക്കുന്നത്? ചോദ്യം വളരെ പ്രസക്തമാണ്. മരിക്കാൻ തോന്നാത്തവരായി, ആത്മഹത്യ ചെയ്യാൻ തോന്നാത്തവരായി ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കൗമാരക്കാർ മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ളവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ചിന്തിക്കുന്നതിൽ 100-ൽ ഒരാളെങ്കിലും മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. മൈൻഡിനെ കുറിച്ചും മൈൻഡ് തിയറിയെ കുറിച്ചും മൈൻഡിന്റെ പ്രോസസ്സിനെ കുറിച്ചും ഒക്കെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ അറിയാമായിരിക്കും. പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്നൊരു പെരുമാറ്റ രീതിയുണ്ട്. ഇത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റ രീതിയാണ്. ഇത് നമ്മുടെ ജീവിതത്തിനെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും. ഈ ഒരു ബിഹേവിയറാണ് ആത്മഹത്യാ പ്രവണതയ്ക്ക് പ്രധാനമായും കാരണമായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കൗമാരക്കാരായ കുട്ടികൾക്ക് ഈ പാസീവ് അഗ്രസീവ് ബിഹേവിയറിനെ കുറിച്ചും മൈൻഡിനെ കുറിച്ചും മൈൻഡിന്റെ തിയറിയെ കുറിച്ചും മൈൻഡിന്റെ പ്രോസസ്സിനെ കുറിച്ചും ഒക്കെ ഭംഗിയായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, അവർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കും. ഏത് സാഹചര്യത്തിൽ നിന്നും അവർക്ക് തിരിച്ചു വരാനും ഏത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും ആ കുട്ടികൾക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 5ാമത്തേത് ഏതാണ്? 5ാമത്തത് ഡിസിപ്ലിനാണ്, അച്ചടക്കമാണ്.
ശരിക്കും കൗമാരക്കാരെ കുറിച്ച് മാതാപിതാക്കളുടെ പരാതി എന്ന് പറയുന്നത് കുട്ടികൾക്ക് യാതൊരു അച്ചടക്കവും ഇല്ല എന്നുള്ളതാണ്. അവർക്ക് എഴുന്നേൽക്കുന്നതിനോ ഉറങ്ങുന്നതിനോ ആഹാരം കഴിക്കുന്നതിനോ ഒന്നിനും ഒരു ചിട്ടയുമില്ല, ഒരു ക്രമവുമില്ല. എന്തു തോന്നുന്നു അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. ശരിക്കും പറഞ്ഞാൽ കൗമാരകാലത്ത് അവരുടെ ജീവിതത്തെ, അവരുടെ പ്രവൃത്തികളെ ഒക്കെ തന്നെ അവർ ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ചിട്ടപ്പെടുത്തലിൽ കൂടി മുന്നോട്ട് പോയാലാണ് ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തുവാനും അവർ ആഗ്രഹിക്കുന്നതൊക്കെ നേടുവാനും അവർക്ക് കഴിയുക. അപ്പൊ തീർച്ചയായും ഒരു അച്ചടക്ക ബോധം ഉണ്ടാകണം, അവർ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അതിനവർ പരിശീലിക്കണം, അതവർ തയ്യാറാകുകയും വേണം. ഒപ്പം തന്നെ ഒരു സാമ്പത്തിക അച്ചടക്കം കൂടി കുട്ടികൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. കാരണം സമ്പത്തുമായി ബന്ധപ്പെട്ടാണല്ലോ ജീവിതം മുന്നോട്ട് പോവുക. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പണം പ്രധാനമായ ഒരു ഘടകമാണ്. അപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കം, ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി കൂടി ഈ കൗമാരക്കാർ പഠിക്കുന്നത്, അറിയുന്നത്, മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാ തരത്തിലും മികച്ച വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ സാധിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്രയും പരിഹാരങ്ങൾ എങ്ങനെയാണ് പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ ഈ യുവത്വത്തിലേക്ക് എത്തിക്കാൻ കഴിയുക? ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദീർഘകാലത്തൊരു ഗവേഷണം ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ ഒരു 36 വർഷമായിട്ട് ഒരു അധ്യാപകനായും ഒരു പരിശീലകനായും ഒരു ഹാപ്പിനെസ് കോച്ചുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മനസ്സുമായി ബന്ധപ്പെട്ട് 6ഓളം പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീം വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇതിനൊരു സിസ്റ്റമാക്കി രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരു കോഴ്സ് പോലെയാണ് ഈ സിസ്റ്റം നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. ആദ്യം വരുന്നത് ഒരു മാസ്റ്റർ മൈൻഡ് ക്ലാസ് ആണ്. ഒരു 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ക്ലാസ്. ആ ക്ലാസ്സിലാണ് എന്താണ് മനസ്സെന്നും, എന്താണ് മൈൻഡിന്റെ തിയറി എന്നും, എന്താണ് അതിന്റെ പ്രോസസ്സ് എന്നും, അതുപോലെ തന്നെ എന്താണ് ഈ പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്നും, അത് അവരിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഒക്കെ തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ അവർക്ക് ഭംഗിയായിട്ട് ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് 12 ഓൺലൈൻ സെഷൻ ഉണ്ട്. വിവിധ മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള 12 പരിശീലകരാണ് ആ ക്ലാസ് എടുക്കുന്നത്. ഇത് കൂടാതെ 52 വിഷയങ്ങളിൽ വീഡിയോ സെഷൻസ് ഉണ്ട്. ആ വിഷയങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് ഭംഗിയായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലുപരിയായിട്ട് PQPV സെഷൻസ് ഉണ്ട്. ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആൻഡ് പേഴ്സണൽ വീഡിയോ ആൻസറിങ് സിസ്റ്റമാണത്. കുട്ടികൾക്ക്, കൗമാരക്കാരായ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. ഇതാരോട് ചോദിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ഇതിന് പരിഹാരം എന്തെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവരൊരു ടെക്സ്റ്റ് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ അതിന് വീഡിയോ ആൻസർ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഒരു കുട്ടിക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഉത്തരം ലഭിക്കുകയും ചെയ്യും. കൂടാതെ മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ മെന്റർഷിപ്പിന്റെ ആവശ്യകത. അപ്പോൾ ഓരോ കുട്ടിക്കും നമ്മുടെ മെന്റർഷിപ്പ് ലഭിക്കുകയും അതുവഴി അവന്റെ ജീവിതം മെച്ചപ്പെടുത്താനും അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. ഇത് കൂടാതെ തന്നെ കൗൺസിലിങ്ങിനുള്ള ഒരു സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും പരിഹരിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവന് പേഴ്സണൽ കൗൺസിലിംഗ് എടുക്കാം. അവന് വേണമെങ്കിൽ മാതാപിതാക്കളോടൊപ്പം വന്ന് കൗൺസിലിംഗ് എടുക്കാം. അതിനുള്ളൊരു സൗകര്യം കൂടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് വെക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും വലിയൊരു കോഴ്സ്, അതായത് ഒരു ദിവസത്തെ മാസ്റ്റർ മൈൻഡ് ക്ലാസ്, 52 വീഡിയോ സെഷൻസ്, 12 ഓൺലൈൻ ക്ലാസ്സുകൾ, കൗൺസിലിംഗ്, മെന്റർഷിപ്പ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പോ ഇതിനൊക്കെ ഈടാക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇതിന് നൽകേണ്ടി വരുന്ന പൈസ എത്രയായിരിക്കും? വളരെ എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കുമോ? കാര്യം പ്രോജക്റ്റിന്റെ വലിപ്പം അത്രയും വലുതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. തീർച്ചയായും ഇത് വളരെ ബൃഹത്തായ ഒരു കോഴ്സ് തന്നെയാണ്. ഇതിനകത്ത് ധാരാളം പരിശീലകരുണ്ട്, ധാരാളം സമയം ഈ കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു കുട്ടി തന്നെ ഇപ്പോൾ 100 കാര്യങ്ങൾ ചോദിച്ചാൽ ഈ 100 കാര്യങ്ങൾക്ക് 100 വീഡിയോ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്, അവർ കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്, മെന്റർഷിപ്പ് കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആര് ചിന്തിച്ചാൽ ഇതിന്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിട്ട് തന്നെ ചിന്തിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൗമാരക്കാരായ കുട്ടികൾ മെച്ചപ്പെട്ട രീതിയിൽ വളരട്ടെ, നല്ലൊരു സമൂഹം ഉണ്ടാകട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഈടാക്കുക. അത് കുട്ടികൾക്ക് താങ്ങാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരു ട്യൂഷൻ ഫീസിന്റെ പൈസ പോലും നമ്മൾ ഇതിനകത്ത് വാങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു കാര്യം, സാധാരണ മാർഗദർശൻ ഹാപ്പിനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ കോഴ്സുകളും, അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും റീഫണ്ട് പോളിസി, ക്യാഷ് റീഫണ്ട് പോളിസി ഉണ്ടാവാറുണ്ട്. അത് ഈ ക്ലാസ്സിലും അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനും ഉണ്ടോ? തീർച്ചയായും ഈ പ്രോഗ്രാമിനും ഞങ്ങൾ മറ്റ് പ്രോഗ്രാമുകൾ പോലെ തന്നെ 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉറപ്പു നൽകുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്താലും അതിനൊക്കെ തന്നെ നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് മണി ബാക്ക് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഒരു ചോദ്യവും ചോദിക്കാതെ അടച്ച ഫീസ് തിരിച്ചു കൊടുക്കും. പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം,
അത് പ്രയോജനപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫീസ് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീസ് 1 രൂപയും നഷ്ടപ്പെടുന്നുമില്ല. ഇത്രയും ഒരു സൗകര്യം തരുന്ന വേറെ ഒരു സ്ഥാപനവും വേറെ ഒരു പ്രസ്ഥാനവും ഇവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. ഇത് 100% ഗ്യാരണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് ഉറപ്പായും ഈ പ്രോഗ്രാമിന് നിങ്ങളുടെ കുട്ടിയെ അയക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കുട്ടിക്ക് ഈ പ്രോഗ്രാം 100% ഇഷ്ടപ്പെടുകയും അവന്റെ ജീവിതത്തിൽ പകർത്താവുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കുകയും ചെയ്യും. ശരിക്കും ഈ ക്യാഷ് റീഫണ്ട് പോളിസി കുറച്ചും കൂടി കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്. കാര്യം എത്രത്തോളം യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അതിൽ കോൺഫിഡന്റ് ആണെന്ന്, അല്ലെങ്കിൽ എനിക്കൊരു പ്രതീക്ഷ നൽകുന്ന പോലെയുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? ഈ കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുക. ഒന്ന്, നമ്മുടെ വെബ്സൈറ്റായ www.mhri.in സന്ദർശിച്ചാൽ അതിൽ കൂടി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വാട്സപ്പ് നമ്പറുണ്ട് 94 47 35 54 39. ഈ നമ്പറിൽ കൂടിയും കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും ഒരു നല്ല പ്രോഗ്രാം, യുവതയുടെ ഭാവിക്ക് വൃതം നൽകുന്ന പോലെയുണ്ട്. സോ താങ്ക് യു. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. നല്ല ചോദ്യങ്ങൾ, നല്ല എനർജി ആയിരുന്നു. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു.